നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. മലയാളികൾക്ക് ഇന്ന് പുതുവർഷ പിറവിയാണ്. പഞ്ഞക്കർക്കിടകം പടിയിറങ്ങി. കൊല്ലവർഷം 1202 കടക്കുന്നു. ചിങ്ങം 1 കർഷക ദിനമാണ്. മലയാളിയെ ഓണമൂട്ടാൻ കർഷകർ ചെടിയിലും ചേറിലും പൊന്നു വിളയിച്ച് ജൈവ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കുന്ന ദിവസമാണിന്ന്. പൂപ്പാടം നിറയെ അഴകും പത്തായം നിറയെ അരിയുമായി മലയാളിയെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ദിവസമാണിന്ന്. ഗൃഹാതുരതയുടെ ഓർമ്മകൾ ഉണർത്തുന്ന മലയാള പുതുവർഷത്തിന്റെ തുടക്കം. പഞ്ഞമാസത്തിലെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും നാളുകളിലേക്കുള്ള മാറ്റമാണ് ഓരോ ചിങ്ങമാസവും മലയാളികൾക്ക് പകർന്നു നൽകുന്നത്. ഓണാഘോഷ ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹപ്രകാരം ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സ്കൂളിലെത്താൻ അനുമതി. വരുന്ന ഓഗസ്റ്റ് 21 നടക്കുന്ന സ്കൂളുകളിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് യൂണിഫോം ഇളവ് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓണാഘോഷ വേളകളിൽ യൂണിഫോമിന് പകരം വിദ്യാർത്ഥികൾക്ക് അവരുടെ താൽപര്യപ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ആഘോഷങ്ങളുടെ ഭാഗമാകാം. ഇത് സംബന്ധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാലടി സർവകലാശാലയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ പരാതിയെ തുടർന്ന് 4 SFI പ്രവർത്തകരെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്തു. മെവിൻ, യദുകൃഷ്ണൻ, ബേസിൽ, വിജീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഔദ്യോഗിക വാഹനം ആക്രമിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തുവെന്ന സിസ തോമസിന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. കാലടി സർവകലാശാലയിൽ SFI പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ചയാണ് സിസ തോമസ് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, DGP എന്നിവർക്ക് ഔദ്യോഗികമായി പരാതി നൽകിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 13 സർവകലാശാലയിൽ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ശവമഞ്ചം അടക്കം കൊണ്ടുവന്ന് SFIക്കാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ ലഹരിയിലായ മകന്റെ അടിയേറ്റ് അച്ഛൻ മരിച്ചു. വെള്ളിപ്പറമ്പ് മക്കിനിയാട്ട് ശശിധരനാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. പുലർച്ചെ 12:30യോടെയാണ് സംഭവം നടന്നത്. മകൻ അഭിരാമിന്റെ അടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ശശിധരനെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് വീട്ടിലെത്തി മകൻ അഭിരാമിനെ കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തന്റെ ജീവൻ രക്ഷിച്ചതിന് RSS BJP പ്രവർത്തകരാണെന്ന് BJP നേതാവ് PC ജോർജ്. തന്നെ രക്ഷിച്ചതിനോടുള്ള നന്ദിയും സ്നേഹവുമാണ് BJPയിൽ ചേരാൻ കാരണമെന്നും ഇനി പാർട്ടി മാറുന്ന കാര്യം ആലോചിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്രവാദികൾ തന്നെ ആക്രമിക്കാനെത്തിയപ്പോൾ 2 തവണ RSS BJP പ്രവർത്തകർ രക്ഷപ്പെടുത്തിയെന്നാണ് PC ജോർജിന്റെ അവകാശവാദം. ഈ സ്നേഹത്തിന്റെ പേരിലാണ് BJPയിൽ ചേർന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓണക്കാല ചെലവ് നേരിടാൻ കേരളം 2200 കോടി കൂടി കടമെടുക്കുന്നു. കടപ്പത്ര ലേലം ചൊവ്വാഴ്ച നടക്കും. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ, ബോണസ്, ഉത്സവ ഭത്ത എന്നിവ ഉൾപ്പെടെ ഏകദേശം 10,000 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ഓണക്കാല ചെലവ്. ഇതോടെ UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള കടമെടുപ്പ് 14,400 കോടിയാകും. കണ്ണൂർ പെരിങ്ങത്തൂരിൽ കാണാതായ 17-കാരൻ ശിവസൂര്യയെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ രൂപീകരിക്കും. 9 ദിവസമായിട്ടും ശിവസൂര്യയെക്കുറിച്ച് യാതൊരു സൂചനയും ചൊക്ലി പോലീസിനില്ല. അന്വേഷണം കാര്യക്ഷമമാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. തെരച്ചിലിന് പോലീസ് നായ എത്തിയത് 8ാം ദിവസം മാത്രമാണെന്ന പരാതിയും വീട്ടുകാർക്കുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച വീട് വിട്ടിറങ്ങിയ 17-കാരൻ തൊട്ടടുത്തുള്ള പൂമരം ജംഗ്ഷനിലേക്ക് പോകുന്നത് 2 പേർ കണ്ടിരുന്നു. എന്നാൽ ജംഗ്ഷനിലുള്ള ഒരു CCTVയിൽ പോലും ശിവസൂര്യയുടെ ദൃശ്യം പതിഞ്ഞിട്ടില്ല. കാണാതായി 8ാം ദിവസമായ ഇന്നലെയാണ് പോലീസ് നായ തെരച്ചിലിനെത്തുന്നത്. വീടിന് അധികം ദൂരത്തേക്ക് നായ പോയതുമില്ല. കാശിയിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ കുട്ടി ഒരുപക്ഷെ മൈസൂരുവിലേക്ക് പോയേക്കാം എന്നൊരു സംശയം വീട്ടുകാർ പോലീസിനോട് പങ്കുവച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മൈസൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട്. നേരത്തെ ചൊക്ലി പോലീസ് ഒറ്റപ്പാലം, ഷൊർണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ എത്തി നടത്തിയ അന്വേഷണത്തിൽ സൂചനകളൊന്നും കിട്ടിയിരുന്നില്ല. തെരച്ചിൽ എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് അന്വേഷണം SITക്ക് കൈമാറുന്നത്. തലശ്ശേരി ASPയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം. തൃശൂർ വെള്ളാനിക്കരയിൽ ഫാമിൽ നഗ്നനായി എത്തി പശുക്കളെ ലൈംഗികമായി പീഡിപ്പിച്ചയാളുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. നഗ്നനായി എത്തിയ പുരുഷൻ ഫാമിലെ 2 പശുക്കളെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അതേസമയം ഫാമിലുള്ള പശുക്കിടാവിനെ പുറത്തേക്ക് കൊണ്ടുപോയി ഉപദ്രവിച്ചതായും ഉടമ പറയുന്നു. സുധീഷിന്റെ ഫാമിലാണ് നഗ്നനായി എത്തിയ യുവാവ് ശനിയാഴ്ച പശുക്കളെ പീഡിപ്പിച്ചത്. സംഭവത്തിൽ ഫാം ഉടമ പോലീസിന് പരാതി നൽകി. എറണാകുളം കർത്തേടം റൂറൽ സഹകരണ ബാങ്കിൽ 89 ലക്ഷത്തിന്റെ സ്വർണ്ണ തിരിമറി. ബാങ്കിൽ വ്യാജ പണയ വിവരങ്ങൾ സൃഷ്ടിച്ച് ജീവനക്കാരൻ ലക്ഷങ്ങൾ തട്ടുകയായിരുന്നു. ബാങ്ക് അപ്രൈസറായ അനൂപ് ജോസഫ് അറസ്റ്റിലായി. 2014 മുതൽ പലരുടെയും പേരിൽ ഇയാൾ വ്യാജ പണയ അക്കൗണ്ടുകൾ നിർമ്മിക്കുകയായിരുന്നു. ഇല്ലാത്ത സ്വർണത്തിന് ബാങ്കിൽ നിന്ന് പണം അനുവദിച്ചു.
ഓഡിറ്റിംഗ് സമയത്ത് അക്കൗണ്ടുകളിൽ സ്വർണം എത്തിച്ചായിരുന്നു പരിശോധനകളെ ഇയാൾ മറികടന്നത്. എന്നാൽ ജീവനക്കാർക്കുണ്ടായ സംശയത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വെട്ടിപ്പ് കണ്ടെത്തിയത്. ലയണൽ മെസ്സിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ അന്വേഷണത്തിന് തുടക്കമിടാൻ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ കാത്തിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരാതിക്കായി കാത്തിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ്. സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ എന്ന പേരിൽ അയച്ച 126 കോടി കള്ളപ്പണമാണോ എന്നാണ് വിശദമായി അന്വേഷിക്കേണ്ടത്. എന്നാൽ സാമ്പത്തിക തട്ടിപ്പുകളിൽ പോലീസോ മറ്റേതെങ്കിലും ഏജൻസിയോ രജിസ്റ്റർ ചെയ്യുന്ന കേസിന്റെ FIR അടിസ്ഥാനമാക്കിയേ EDക്ക് അന്വേഷിക്കാനാകൂ. LDF സർക്കാരിന്റെ കാലത്ത് നടന്ന നടപടികളിൽ ക്രമക്കേടുണ്ടെന്ന കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിക്കുമെന്ന് അറിയിച്ചെങ്കിലും നടപടി ആരംഭിച്ചിട്ടില്ല. വിദേശ ബന്ധമുള്ള പണമിടപാടായതിനാൽ വിവരം ED പരിശോധിക്കുന്നുണ്ട്. പരാതിയോ സർക്കാർ ഏജൻസിയുടെ ശുപാർശയോ ലഭിച്ചാലേ അന്വേഷിക്കാനാകൂ എന്ന് IT വകുപ്പ് വൃത്തങ്ങളും പറയുന്നു. അനധികൃത മദ്യവിൽപ്പന നടക്കുന്നുവെന്ന പരാതി അന്വേഷിക്കാനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരെ വീട്ടുടമയും കുടുംബാംഗങ്ങളും മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു. കണ്ടല്ലൂർ കളരിക്കൽ ജംഗ്ഷന് സമീപം ശ്രീനിലയത്തിൽ ശ്രീലാലിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥരായ രാജേഷ് കുമാർ, VK വർഗീസ് പയസ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. മഫ്തിയിലെത്തിയ 4 അംഗ എക്സൈസ് സംഘത്തിലെ 2 പേർ പുറത്ത് കാവൽ നിന്നിരുന്നു. രാജേഷും വർഗീസും വീട്ടിൽ കയറി പരിശോധന നടത്തുമ്പോൾ ഇവരെ മുറിയിൽ പൂട്ടിയിട്ട് കുടുംബാംഗങ്ങൾ മർദ്ദിക്കുകയായിരുന്നു. നിലവിളി കേട്ട് പുറത്ത് നിന്നവർ എത്തിയാണ് ഇവരെ രക്ഷിച്ചത്. പരിക്കേറ്റ ഇരുവരെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീലാലും കുടുംബവും ഒളിവിലാണ്. കായംകുളം പോലീസ് കേസെടുത്തു. സ്കൂൾ ഓണപ്പരീക്ഷയ്ക്ക് ഞങ്ങൾ പറയുന്ന ചോദ്യങ്ങളെ ചോദിക്കൂ. നാളെ വരുന്ന ചോദ്യപേപ്പർ ഇതുതന്നെയായിരിക്കും. ഇതുമാത്രം പഠിച്ചാൽ മതി. ചോദ്യപേപ്പർ ഞങ്ങൾ തരാം. ഇത്തരം വ്യാജ വാഗ്ദാനങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ പഠിക്കാനുള്ള താല്പര്യം ഇല്ലാതാക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറയുന്നു. ഇവയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് പോലീസ് മേധാവിക്ക് പരാതി നൽകി. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി H. നിസാറാണ് പരാതി നൽകിയത്. വ്യാജ അവകാശവാദങ്ങളിൽ വീഴാതിരിക്കാൻ ഔദ്യോഗിക മുന്നറിയിപ്പ് നൽകണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓണക്കാലമെത്തുമ്പോൾ പഴങ്ങളുടെ വില ഇടിയുകയാണ് പതിവെങ്കിലും ഇത്തവണ ജില്ലയിലെ പഴവില ഉയർന്നത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു. VFPCK വിപണന കേന്ദ്രങ്ങളിൽ 2 ആഴ്ച മുൻപ് നേന്ത്രക്കായ്ക്ക് കിലോഗ്രാമിന് 45 രൂപ ലഭിച്ച സ്ഥാനത്ത് ഇപ്പോൾ 62-ലെത്തി. ഇതനുസരിച്ച് ചില്ലറ വിപണിയിൽ വിലയുയരുന്നത് പഴം വാങ്ങുന്നവരെ പ്രതിസന്ധിയിലുമാക്കുന്നുണ്ട്. നേന്ത്രപ്പഴത്തിന് ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് 66 രൂപയിൽ എത്തിയിട്ടുണ്ട്. വില വർധന മൂലം ഓണമൊരുക്കാൻ പണമേറെ ചെലവാക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ആളുകൾ. UGC നെറ്റ് പരീക്ഷയിലെ ഗുരുതര പിഴവുകളെ തുടർന്ന് 3 വിഷയങ്ങളിൽ പുനഃപരീക്ഷ നടത്താൻ ദേശീയ പരീക്ഷാ ഏജൻസി NTA തീരുമാനിച്ചു. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിലാണ് വീണ്ടും പരീക്ഷ നടത്തുന്നത്. സെപ്റ്റംബർ 9, 10 തീയതികളിലായി പരീക്ഷ നടക്കും. സെപ്റ്റംബർ 9 രാവിലെ 9 മുതൽ 12 വരെയുള്ള 1-ാം ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 6 വരെ കോമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ സെപ്റ്റംബർ 10 രാവിലെ 9 മുതൽ 12 വരെ നടക്കും. പരീക്ഷയെക്കുറിച്ച് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വ്യാപകമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് NTA നടപടി. സ്വാതന്ത്ര്യദിനത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ച കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ ഡൽഹിയിലും കർണാടകയിലും BJP പരാതികൾ സമർപ്പിച്ചു. സോണിയയുടെ നിയമവിരുദ്ധ നടപടിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസ് കർണാടകയിലെ ഉർവ പോലീസ് സ്റ്റേഷനിലുമാണ് BJP നേതാക്കൾ പരാതി നൽകിയത്. ഞായറാഴ്ച രാവിലെ വാരണാസി വിമാനത്താവളത്തിൽ നടന്ന ആയുധ പരിശോധനയ്ക്കിടെ മുംബൈയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ഒരു യാത്രക്കാരൻ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ ഒരു റൗണ്ട് തെറിച്ചു വീണ് 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. രാവിലെ 9:30-യോടെയാണ് സംഭവം നടന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 91810-ൽ ഭാര്യയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു യാത്രക്കാരൻ. താൻ ആയുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ചു. തുടർന്നുള്ള സുരക്ഷാ പരിശോധനയിൽ തോക്കിൽ നിന്ന് ഒരു റൗണ്ട് വെടിയുതിർന്നു. AAICLAS, എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ്, അലൈഡ് സർവീസസുമായി ബന്ധപ്പെട്ട 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 2 സ്ക്രീനർമാരെയും ഉടൻ തന്നെ ന്യൂ ലക്ഷ്മി ട്രോമ സെന്ററിലേക്ക് വൈദ്യചികിത്സയ്ക്കായി കൊണ്ടുപോയി. അവരുടെ അവസ്ഥ ഇതുവരെ അറിവായിട്ടില്ല. US സൈനികരെ കൊല്ലുകയോ പിടികൂടുകയോ ചെയ്യുന്നവർക്ക് $30,000 ഏകദേശം 28 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ഇറാൻ സൈന്യം. വനിതകളാണ് ഈ ദൗത്യം നിർവഹിക്കുന്നതെങ്കിൽ ഇരട്ടി പാരിതോഷികം നൽകുമെന്നും ഇറാൻ അറിയിച്ചു. ഇറാൻ സൈന്യത്തലവൻ അമീർ ഹാത്തമിയെ ഉദ്ധരിച്ച് ഇർന വാർത്താ ഏജൻസിയാണ് വിവരം പുറത്തുവിട്ടത്. സാമ്പത്തിക സഹായ പദ്ധതിയിൽ പങ്കാളികളാകാൻ ഒട്ടേറെ പേർ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഈ നീക്കമെന്നും അമീർ പറഞ്ഞു. യുദ്ധത്തിനിടെ കഴിഞ്ഞ മാർച്ചിൽ കാണാതായ ഇറാൻ വ്യോമസേനയുടെ 2 പൈലറ്റുമാരെ ഖത്തർ തടവിലാക്കിയെന്ന് ഇറാൻ ആരോപണം ഖത്തർ നിഷേധിച്ചു. യുദ്ധത്തിനിടെ ഒരു പൈലറ്റ് കൊല്ലപ്പെട്ടെന്നും 2 പേരെ കാണാതായെന്നും ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഖത്തർ ഇവരെ തടവിലാക്കിയെന്ന ആരോപണം ആദ്യമായാണ് ഉന്നയിക്കുന്നത്.
യുദ്ധത്തിനിടെ ഖത്തറിന്റെ വ്യോമാതിർത്തി ലംഘിച്ചതിനു പിന്നാലെ കാണാതായ പൈലറ്റുമാരെ കണ്ടെത്താൻ തെരച്ചിലിന് വ്യോമസേന അനുമതി തേടിയെങ്കിലും ഖത്തർ അനുവദിച്ചില്ലെന്ന് ഇറാൻ സേനാ ജനറൽ മുഹമ്മദ് ബാഗിർ സദ പറഞ്ഞു. എന്നാൽ ഒരു പൈലറ്റിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇറാനെ യഥാസമയം അറിയിച്ചെന്നും തെരച്ചിലിന് സഹകരിക്കാമെന്ന് വ്യക്തമാക്കിയതാണെന്നും ഖത്തർ വ്യക്തമാക്കി. കുവൈറ്റിൽ തടവിലുള്ള 4 ഇറാൻകാരുടെ മോചനം സംബന്ധിച്ച് തുടർ നടപടി ആയിട്ടില്ല. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നീളുന്നതിനിടെ US-ൽ ജനങ്ങൾക്ക് ഇരുട്ടടിയായി ഇന്ധനവില കുതിച്ചുയരുന്നു. പെട്രോളിന്റെ ശരാശരി റീറ്റെയിൽ നിരക്ക് ഗാലണിന് $4.08 അമേരിക്കൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 29% വർധനവ്. ഇറാൻ യുദ്ധവും ലോകത്തിന്റെ നിർണായക ഊർജ്ജ ഇടനാഴിയായ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞതുമാണ് വിലക്കയറ്റത്തിന് കാരണം. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.